എന്റെ പിതാവിന്റെയും വി പ്രകാശിന്റെയും ആ സ്വപ്നം കൂടി സാക്ഷാത്കരിക്കാൻ സാധിച്ചു. തിളക്കമാർന്ന വിജയമാണ്. ഞങ്ങൾ കണക്ക് കൂട്ടി പ്രവചിച്ച വിജയം. പിന്നെ അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട എങ്ങനെയാണെന്ന് വിജയത്തെ എങ്ങനെയുണ്ട് വിജയം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചൊരു വിജയം ഉണ്ടാക്കാനായി. 10,000-ന് മുകളിൽ നമുക്ക് ലീഡ് വന്നു. മാത്രമല്ല പഞ്ചായത്തുകളിലൊക്കെ ലീഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെ എന്തായാലും നമ്മുടെ നേരത്തെയുള്ള പ്രതീക്ഷകൾക്കനുസരിച്ചുള്ളൊരു വിജയം നൽകാൻ സാധിച്ചു. ഇത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. ആര്യാടൻ മുഹമ്മദിന് ശേഷം ഒരു തിരിച്ചുപിടിക്കലാണ്. അതിനെ എങ്ങനെ കാണുന്നത്? അത് വൈകാരികമായൊരു വിഷയം കൂടിയാണല്ലോ. എൻ്റെ പിതാവിന് ഏറ്റവും അധികം വിഷമുണ്ടായിരുന്ന ഒരു കാര്യം. വലിയ തിരക്കിലാണ് ആര്യാടൻ ഷൗക്കത്തുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. AP അനിൽകുമാർ എത്തി. അതോടൊപ്പം തന്നെ VS ജോയ് ഇവിടെയുണ്ട്. നമുക്ക് അൻവർ സാദത്ത് അടക്കമുള്ളവരെ കാണാം. മാത്യു MLA അടക്കമുള്ള T സിദ്ദിഖ് അടക്കമുള്ള എല്ലാവരും ഇവിടേക്ക് എത്തുകയാണ്. ഈ 9 വർഷത്തിന് ശേഷം ഒരു തിരിച്ചുപിടിക്കലാണല്ലോ. ആ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ചെയറുമാണ് ഇത്. 2016 ഞാൻ പറഞ്ഞു, നിലമ്പൂർ ഡീലിമിറ്റേഷന് ശേഷം ഉണ്ടായ ഡീലിമിറ്റേഷന് ശേഷം നിലമ്പൂരിലുണ്ടായ തെരഞ്ഞെടുപ്പിൽ, അതായത് 3 പഞ്ചായത്തുകൾ UDFന് സ്ട്രോങ് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ട ആ തെരഞ്ഞെടുപ്പിൽ കേവലം 5000 ചില്ലാന വോട്ടിനാണ് എൻ്റെ പിതാവ് ജയിച്ചത് അവസാനം. അത് കഴിഞ്ഞ് 2 തവണയും ഈ സീറ്റ് നഷ്ടപ്പെട്ടു. ആ സീറ്റ് 10,000 ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തിരിച്ചുപിടിക്കാൻ. ആ തിരിച്ചുപിടിക്കുക എന്ന് എൻ്റെ പിതാവിന് ഏറ്റവും അധികം ആഗ്രഹം ഉണ്ടായിരുന്നതാണ് ഈ സീറ്റ് തിരിച്ചുപിടിക്കുക. UDF വി പ്രകാശിന്, എൻ്റെ പിതാവിന്റെയും വി പ്രകാശിന്റെയും ആ സ്വപ്നം കൂടി സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന സന്തോഷം. വിജയശില്പികളിലൂടെയായ VS ജോയ് DCC പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് വിജയം? തിളക്കമാർന്ന വിജയമാണ്. ഞങ്ങൾ കണക്ക് കൂട്ടി പ്രവചിച്ച വിജയമാണ്. ഐക്യജനാധിപത്യ മുന്നണി ആദ്യം തന്നെ ഈ മണ്ഡലത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തെ അടിസ്ഥാനപ്പെടുത്തി ഉറപ്പായും ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞു. പ്രചരണത്തിന്റെ അവസാന ഘട്ടം ഐക്യജനാധിപത്യ മുന്നണി കൃത്യമായി പറഞ്ഞ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ വലിയ അഭിമാനമുണ്ട്. കൃത്യമായി വിജയം പ്രവചിച്ച ഒരാൾ കൂടിയുണ്ട്. K ജയന്ത് തുടക്കം മുതൽ പറഞ്ഞിരുന്നതാണ്. ഒരു വോട്ട് പോലും പറഞ്ഞതിൽ നിന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കപ്പം PK ബഷീർ കൂടി ചേരുന്നുണ്ട്. ബഷീർ, എങ്ങനെയുണ്ട് വിജയം? തിളക്കമാർന്ന വിജയല്ലേ. കാരണം ഞങ്ങൾക്ക് 2 പ്രാവശ്യം നഷ്ടപ്പെട്ട സീറ്റല്ലേ ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. പിണറായി വിജയന്റെ സർക്കാരിനെതിരുള്ള ഒരു വിജയിത്ത്, UDFന്റെ കെട്ടുറപ്പോടുള്ള ഒരു വിജയം, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിന്റെ വിജയം. ഈ വിജയത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരാളാണ് AP അനിൽകുമാർ. തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ആളാണ്. ആ ഇടയ്ക്ക് ഇടുന്ന ആഹ്ലാദത്തിനിടയ്ക്ക് അങ്ങ് അവശനായെന്ന് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ആദ്യം മുതൽ ഞങ്ങളുടെ മുഖത്ത് ചിരിയാണ്. ഇപ്പൊ പൊട്ടിച്ചിരിയാണ്. ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ആ രീതിയിലുള്ള ഒരു വിജയം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഈ ഗവൺമെന്റിന് എതിരായിട്ടുള്ള വിധിയെടുത്ത് അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. അൻവറിന്റെ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അപ്രസക്തമാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഗ്രൗണ്ടിൽ ആരുണ്ടായാലും അവസാനം കളി ജയിക്കുക UDF ആണ്. അതിൽ യാതൊരു തർക്കവുമില്ല. രാഹുല ഇടയ്ക്ക് അവിടെ ഒരു പാട്ട് പാടുന്ന കേട്ടായിരുന്നല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശമല്ലേ? ആ പാട്ട് ഏതായിരുന്നു? അത് പ്രവർത്തകരുടെ പാട്ടാ. ശാന്തമേ രാത്രിയുടെ സ്റ്റെപ്പാണ് ഞങ്ങളെല്ലാവരും വെച്ചത്. പിന്നെ അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട എന്നുള്ള സാധനം പാടി. രാഹുൽ ഇവിടേക്ക് സ്വരാജിനെ ക്ഷണിച്ചു വരുത്തി എന്നുള്ള കാര്യത്തിൽ ചില വ്യാഖ്യാനങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് വന്നിരുന്നു. അതിനെ തുടർന്നാണ് ആ പാട്ടുണ്ടായത്. അൻവർ സാദത്ത്